പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ലസിൻ. തികഞ്ഞ ഏകാന്തതയിൽ ജാലകത്തിനരികിൽ നിന്ന് കൗതുകത്തോടെ മഞ്ഞു വീണ താഴ്വാരങ്ങളെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി. ഇത് എൻ്റെ ഡയറി കുറിപ്പുകൾ. ഒരുപാടൊന്നും എഴുതാറില്ല. ഹൃദയത്തിലെ നൊമ്പരങ്ങൾ അക്ഷരങ്ങളാകുമ്പോൾ പതുക്കെ ഇത് തുറന്ന് കുറിച്ചിടാറുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും അത് വെറുതെ മറിച്ചു നോക്കുമ്പോൾ എന്തൊരു കുളിരാണതിന്. ഓർമ്മകളിൽ വർണ്ണങ്ങൾ പെയ്തിറങ്ങുന്ന മഴവില്ലുകൾ പോലെ എന്തൊരു സുന്ദരമായ അനുഭവം. ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞുതുള്ളികൾ പോലെ. ഡിസംബർ അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. ഷാരോണിലെ ലില്ലിപ്പൂക്കൾ പൂവിടുന്ന കാലം, ലെബനോനിലെ ദേവദാരുക്കൾ തളിർചൂടുന്ന കാലം, ആകാശം നിറയെ മഞ്ഞുതുള്ളികളും നക്ഷത്രങ്ങളും, ഭൂമി നിറയെ വർണ്ണങ്ങളും. ജാലകച്ചില്ലയിൽ മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുന്നു. എന്തിനായിരിക്കും ദൈവപുത്രൻ ഈ മഞ്ഞുവീണ രാത്രിയിൽ പിറന്നത്? ഞാൻ പതുക്കെ എൻ്റെ ബൈബിൾ മറിച്ചു നോക്കി. അവിടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചും മാലാഖമാരുടെ ഗാനത്തെക്കുറിച്ചും ഞാൻ കണ്ടു. പക്ഷെ എന്തിനായിരുന്നു ദൈവം തൻ്റെ പുത്രനായ ഈശോയ്ക്ക് പിറക്കുവാനായി ഒരു മഞ്ഞുകാലം കാത്തുവച്ചത്? അത് ഞാൻ കണ്ടെത്തിയില്ല. ജീവിതയാത്രയിൽ എൻ്റെ ഏകാന്തതയിൽ എനിക്കൊരിറ്റ ആശ്വാസവും എൻ്റെ നൊമ്പരങ്ങളിൽ സാന്ത്വനവും പകരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ. ഒടുവിൽ ഞാനിത് അന്വേഷിച്ച് അവരുടെ അടുത്തെത്തി. സ്നേഹത്തോടെ അവർ പറഞ്ഞു തന്ന പ്രകാശമുള്ള ചിന്തകൾ ഇന്നും എൻ്റെ ഡയറി താളുകളിൽ പ്രകാശമായി നിറഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട ലിസിൻ, നീ ഡയറി കുറിപ്പുകൾ എഴുതുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. മഞ്ഞുകാലത്തെപ്പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കറിയാമോ, എത്രയോ കാലഘട്ടങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടും ദൈവം എന്തുകൊണ്ട് മഞ്ഞുകാലം തൻ്റെ പുത്രന് ജന്മമേകുവാൻ തിരഞ്ഞെടുത്തുവെന്ന്? മനുഷ്യൻ്റെ വേദനിക്കുന്ന നിമിഷങ്ങളിൽ സ്നേഹം പകർന്നുകൊണ്ട് മഞ്ഞുപോലെ മനുഷ്യനെ കുളിർമയേകുവാനായി ദൈവം തിരഞ്ഞെടുത്ത സമയമാണ് ഈ മഞ്ഞുകാലം. ഈ മഞ്ഞുകാലത്ത് തൻ്റെ ഓമൽ സുതനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മനുഷ്യനെ ആശ്വസിപ്പിക്കുവാനും അവന് ഊഷ്മളമായ അനുഭവത്തിലൂടെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ സ്വന്തമാക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. നിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ, ഏകാന്തതയുടെ നിമിഷങ്ങളിൽ മൂടൽ മഞ്ഞ് പോലെ ദൈവം തൻ്റെ സ്നേഹം വർഷിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഇപ്രകാരം മൂടൽ മഞ്ഞ് പോലെ നിന്നെ തഴുകുമ്പോൾ നിൻ്റെ ഹൃദയം തീർച്ചയായും തരളിതമായിത്തീരും. നിൻ്റെ ഡയറി കുറിപ്പുകൾ അത്തരം നിമിഷങ്ങളിൽ നീ എടുത്തു വായിക്കണം. നിനക്ക് തീർച്ചയായും ആശ്വാസം ലഭിക്കും. അതെ, എൻ്റെ ഗുരു പറഞ്ഞത് എത്ര ശരിയാണ്. മനുഷ്യൻ്റെ പൊള്ളുന്ന ജീവിതത്തിലേക്ക് മഞ്ഞിൻ്റെ ആർദ്രമായ കുളിരായി പുൽകുവാനാണ് ദൈവം ഈ മഞ്ഞുകാലം തൻ്റെ പുത്രന് ജനിക്കാനായി കാത്തുവച്ചത്.
മഞ്ഞ് അതെത്ര സുന്ദരമായ അനുഭവമാണ്. പതിയെ പതിയെ അത് ഇളം കാറ്റിൽ ചാരിയെത്തുന്നു. പിന്നെ കുളിരായി, സ്നേഹമായി, തലോടലായി അത് നമ്മെ പൊതിയുന്നു. നമ്മുടെ സങ്കടങ്ങളിലേക്ക്, ഏകാന്തതകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, നിരാശകളിലേക്ക് അത് പതുക്കെ പെയ്തിറങ്ങുന്നു. പിന്നീട് ഹൃദയത്തിലേക്ക് അത് പതുക്കെ സ്നേഹമായി പെയ്തു നിറയുന്നു. അപ്പോൾ നാം മുഴുവനായും മഞ്ഞിന്റെ കുളിരിൽ ലയിച്ചു ചേരുന്നു. ഇതുതന്നെയല്ലേ ദൈവസ്നേഹത്തിന്റെ ആർദ്രതയും? പതിയെ ജീവിതത്തെ തഴുകുന്ന കുളിരായി, പൊള്ളുന്ന അനുഭവങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ട തീരങ്ങളിൽ പതുക്കെ കാറ്റിൽ തഴുകുന്ന മഞ്ഞുപോലെ കുളിര് നൽകുന്ന അനുഭവമായി അത് എന്നെ പൊതിയുന്നു. പ്രഭാഷകൻ 43:22. മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു. മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നു. ഓർമ്മകൾ എൻ്റെ ഡയറി കുറിപ്പുകളിൽ ഇനിയുമുണ്ട്. എന്നെ കൈപിടിച്ച് വഴി കാണിക്കുന്ന എൻ്റെ വേറൊരു ഗുരുനാഥന്റെ വാക്കുകളും. കർത്താവിൻ്റെ സ്നേഹവും കരുണയും പ്രഭാതത്തിലെ മഞ്ഞുകണങ്ങൾ പോലെയാണ്. ഏതൊരു ഹൃദയത്തിലേക്കും ദൈവം ഇതേ അനുഭവമായിട്ടാണ് എന്നും കടന്നു വരുന്നത്. ആ സ്നേഹം അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിലെ എല്ലാ ഊഷരമാകുന്ന അനുഭവങ്ങൾക്കും അപ്പുറമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുന്നു. ഓരോ പിറവിയിലൂടെയും ദൈവം ഒരുക്കുന്നത് ഈ വിശുദ്ധമായ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, തണുപ്പിൻ്റെ അനുഭവമാണ്. എത്രമാത്രം ശിഥിലമാകുന്ന ഹൃദയങ്ങളിലേക്കും ഇതാ ദൈവം തൻ്റെ കാരുണ്യമായിട്ട്, സ്നേഹമായിട്ട് നമ്മെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന ഈ വിശുദ്ധമായ മഞ്ഞുതുള്ളിയുടെ അനുഭവം പോലെ, തുഷാര ബിന്ദുക്കൾ പൊതിഞ്ഞ് നമ്മളെ ആശ്ലേഷിക്കുന്നത് പോലെ ഓരോ വിശുദ്ധ അനുഭവമായിട്ട് കടന്നു വരുന്നു. ഓരോ ക്രിസ്മസ് പ്രഭാതവും നമ്മളുടെ ഉള്ളിലേക്ക് തരുന്നത് ഈ സന്തോഷത്തിൻ്റെ, ആലിംഗനത്തിൻ്റെ, ആശ്ലേഷത്തിൻ്റെ വലിയ തണുപ്പിൻ്റെ അനുഭവമാണ്. അതുള്ളിൽ ഏറ്റുവാങ്ങാനായിട്ട് നമുക്കും പ്രാർത്ഥനയോടുകൂടെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടുവരാം. ഈ വലിയ ദൈവാനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് നിർത്താം. ദൈവം അനുഗ്രഹിക്കുന്ന, ദൈവം തൻ്റെ കാരുണ്യം പൊഴിയുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. ദൈവ അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാകട്ടെ. തണുപ്പിൻ്റെ മഞ്ഞുതുള്ളി വീണ ആ സന്തോഷമാകട്ടെ. ഞാൻ മഞ്ഞിന്റെ സ്നേഹത്തെ തിരഞ്ഞത് വേറെ എവിടെയുമല്ല, എൻ്റെ മേശപ്പുറത്തെ വചനത്താളുകളിലായിരുന്നു. ദൈവം മനുഷ്യനെ എത്രമാത്രം തൻ്റെ സ്നേഹം കൊണ്ട് പൊതിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ഉത്തമഗീതത്തിൻ്റെ താളുകളിൽ കണ്ടെത്തി. ഹായ്, എത്ര മനോഹരമായ വചനങ്ങൾ! വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ ഇത്ര ആർദ്രമായി വരച്ചു ചേർക്കുന്ന വേറൊരു വചനമുണ്ടോ എന്ന് പോലും സംശയമാണ്. ഉത്തമഗീതം 5:2 മുതൽ ഇങ്ങനെയാണ്: ഞാൻ ഉറങ്ങി, ഇതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ: എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരുക. എൻ്റെ തല തുഷാരബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. ബൈബിൾ അടച്ചു വയ്ക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ മഞ്ഞ് എൻ്റെ തലമുടിയിലുമുണ്ടോ എന്ന് ഞാൻ തൊട്ടുനോക്കി. ഉണ്ട്. തൊട്ടിലിൽ ഉറങ്ങിയപ്പോൾ അമ്മ നൽകിയ ആ ഉമ്മയും, പിച്ച വച്ചപ്പോൾ, കാലു തെറ്റിയപ്പോൾ, മണ്ണിൽ വീണപ്പോൾ കോരിയെടുത്ത് കവളിൽ ഉമ്മ നൽകിയ പപ്പയുടെ ഓർമ്മയും
ക്ലാസ് മുറികളിൽ അക്ഷരം കുറിച്ചു തന്ന അധ്യാപകരുടെ സ്നേഹവും, വഴികളിലെങ്ങും കൂട്ടായി വന്ന കൂട്ടുകാരുടെ സ്നേഹവും, ഇതൊക്കെയല്ലേ എൻ്റെ മഞ്ഞിൻ്റെ അനുഭവങ്ങൾ? ഇതൊക്കെയല്ലേ ദൈവം എനിക്കായി കാത്തുവെച്ച മഞ്ഞിൻ്റെ കുളിർക്കാറ്റ്? തീർച്ചയായും ജീവിതയാത്രയിൽ എന്നും ഈശോ എന്നെ സ്നേഹത്തിൻ്റെ മഞ്ഞുതുള്ളികൾ മറ്റുള്ളവരിലൂടെ വിതറി അനുഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ വാക്കുകൾ അന്നു ഞാൻ ഈ ഡയറിയിൽ കോറിയിട്ടത്. ലെസിൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തുമായിട്ട് ദൈവം ഈ മൂടൽമഞ്ഞിൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. നീ അവയെടുത്ത് വായിക്കണം. ആ വചനങ്ങൾ നിനക്ക് തീർച്ചയായും ആശ്വാസവും സമാധാനവും ഉണ്ട്. നിൻ്റെ ഏകാന്ത നിമിഷങ്ങൾ സന്തോഷമായി മാറും. നീ ദൈവത്തിൽ ലയിച്ചു ചേരൂ. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ജാലകത്തിനരികിലേക്ക് നോക്കി. പുറത്തിതാ സൂര്യൻ പതുക്കെ ഉയർന്നു വരുന്നു. സ്വർണത്തേക്കാൾ ശോഭയാർന്ന് ഈ മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നു. തിരികെ എത്തിയപ്പോൾ ദൈവം സ്നേഹമായി പെയ്തിറങ്ങുന്നതിൻ്റെ വരികൾ സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചെടുത്തു. 133:3. ദൈവത്തിൻ്റെ സ്നേഹം സിയോൻ പർവ്വതങ്ങളിൽ പൊടിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണ്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. അത് പതുക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. കൂടെ ഈ വാക്കുകളും. പ്രിയപ്പെട്ട ലെസിൻ, ഇതിൻ്റെ ഡയറി കുറിപ്പുകളിൽ ഒരു നാൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ നിനക്ക് ഒത്തിരി നന്ദി. പ്രഭാതത്തിൻ്റെ മഞ്ഞും തണുപ്പും അനുഭവിച്ച് വയലേലകളിലൂടെ ദേവാലയത്തിൽ നടത്തിയ ആ യാത്രകൾ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. ആ യാത്ര എന്നെ എത്തിച്ചത് ദേവാലയത്തിലേക്കാണ്. അവിടെ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിശുദ്ധ കുർബാനയും യേശുവിൻ്റെ പിറവിയും എല്ലാം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രപഞ്ചമൊരുക്കിയ തണുപ്പും ആ ഒരു വലിയ സന്തോഷവും ദേവാലയത്തിൽ എന്നെ എത്തിച്ചപ്പോൾ അവിടെ എനിക്ക് വേണ്ടി പിറന്ന യേശുവിൻ്റെ ആ അനുഭവവും ഒരുക്കപ്പെട്ട വിശുദ്ധ കുർബാനയും എൻ്റെ ഉള്ളിൽ എല്ലാ ഉഷ്ണങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും അകറ്റി മഞ്ഞുതുള്ളി വീണതുപോലെയുള്ള ആ ഒരു തണുപ്പിൻ്റെ അനുഭവത്തിലേക്ക്, ആ ഒരു സന്തോഷത്തിലേക്ക് എന്നെ എത്തിച്ചു. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമായിട്ട്, എല്ലാ പ്രതിസന്ധികൾക്കും ആശ്വാസമായിട്ട് വലിയ തണുപ്പിൻ്റെ അനുഭവത്തോടു കൂടി എനിക്ക് ആ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. ആ വലിയ സന്തോഷം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക്, ആ തണുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നിനക്കും എത്താനാകട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്ത് മഞ്ഞു പെയ്തു തുടങ്ങി. ഈശോ പിറന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം ജാലകച്ചില്ലുകളിലെ ഈ മഞ്ഞുതുള്ളികൾ തന്നെയല്ലേ? എൻ്റെ കണ്ണുനീരിൻ്റെ ഓർമ്മകളിലേക്ക്, കണ്ടുതീരാത്ത സ്വപ്നങ്ങളിലേക്ക്, പൊള്ളുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും താഴ്വാരങ്ങളിലൂടെ ഈശോ മഞ്ഞുപോലെ തൻ്റെ സ്നേഹമായി കടന്നു വരുന്നു. ഈ ജാലകത്തിനപ്പുറം പോലെ എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഞാൻ തുറന്നു നൽകുമ്പോൾ അത് എന്നെ പൊതിയുന്നു. അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ മഞ്ഞായി മാറും, ദുഃഖങ്ങൾ ആനന്ദത്തിൻ്റെ മഞ്ഞുതുള്ളികളായും. എൻ്റെ ചുവരിലെ ഈ ചിത്രത്തിലെ വാക്കുകൾ പോലെ, See, I will not forget you. I have carved you on the palm of my hand. അതെ, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എനിക്കൊന്നും ഭയപ്പെടാനില്ല. സങ്കീർത്തനം 23.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അതെ, കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ മഞ്ഞുപോലെ എന്നെ പൊതിഞ്ഞു പിടിക്കും. നിറമുള്ള ഓർമ്മകളുടെയും പുതിയ സൗഹൃദങ്ങളുടെയും കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെയും വർണ്ണചിത്രങ്ങൾ നൽകിക്കൊണ്ട് ഡിസംബർ പതുക്കെ മടങ്ങുകയാണ്. ഇനി പുതിയ വർഷമാണ്. ഡിസംബറിലെ എൻ്റെ ഡയറി താളുകൾ ഒരുപാട് സുന്ദരമായിരുന്നു. ലോകമെങ്ങും ഈശോയുടെ പിറന്നാളിൻ്റെ ഓർമ്മകൾ. താഴ്വാരത്തിലെങ്ങും തണുത്തുറഞ്ഞ മഞ്ഞിൻ്റെ വർണ്ണചിത്രങ്ങൾ. പതുക്കെ ഒഴുകി വരുന്ന വയലിൻ സംഗീതം. ജാലകത്തിനപ്പുറം ചില്ലയിൽ ചേക്കേറിയ പ്രാവുകൾ പതുക്കെ കുറുകി തുടങ്ങി. ഇതുപോലെ ഒരു രാത്രിയിലാണ് എൻ്റെ ഈശോ പിറന്നത്. താഴ്വാരത്ത് ചെമ്മരിയാടുകളെ ആലയിൽ വിട്ട് ഉറങ്ങാൻ കിടന്ന ഇടയന്മാർക്ക് മുൻപിൽ മാലാഖയുടെ സന്ദേശം കിട്ടിയത് ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ലെസിൻ വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സ്നേഹം മൂടൽമഞ്ഞ് പോലെ പെയ്തിറങ്ങുന്നതായി നീ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും മനുഷ്യനെ അനുഭവപ്പെടുത്തുന്ന കുളിർമയേറുന്ന സമയമാണ് വിശുദ്ധ കുർബാന. തിരുവോസ്തി കയ്യിലെടുക്കുമ്പോൾ ഞാൻ പുളകിതനാകാറുണ്ട്. ദൈവത്തിൻ്റെ ഈ സ്നേഹം എത്രയോ അൾത്താരകളിൽ ഓരോ ദിവസവും മനുഷ്യനായി ദൈവം ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ മനസ്സിലാക്കാതെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർ ഈ ഭൂമിയിൽ അനവധിയാണ്. അവർക്കെല്ലാം യേശുവിൻ്റെ സ്നേഹം ലഭ്യമാകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈശോ വീണ്ടും നിൻ്റെ ഹൃദയത്തിലും മനുഷ്യരുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് മൂടൽ മഞ്ഞ് പോലെ ഇറങ്ങി വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാണ്. ഓരോ ബലിപീഠത്തിനരികിലും എൻ്റെ ഈശോ ഇന്നും ഈ മഞ്ഞിൻ്റെ അനുഭവം നൽകാൻ കാത്തിരിക്കുന്നു. ഈ തിരിച്ചറിവിന് ശേഷമാണ് ഞാൻ ആ ദിവ്യകാരുണ്യത്തെ യഥാർത്ഥത്തിൽ ദർശിച്ചത്. പിന്നീടത് എനിക്ക് വെറുമൊരു ഗോതമ്പപ്പമായിരുന്നില്ല, സ്വർഗത്തിൻ്റെ മഞ്ഞിൻ്റെ തുള്ളിയായിരുന്നു. എൻ്റെ സങ്കടങ്ങളെ തഴുകിപ്പോകുന്ന മഞ്ഞുതുള്ളി, എൻ്റെ നിരാശയെ തഴുകിപ്പോകുന്ന മഞ്ഞുതുള്ളി. ആരോരുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ എൻ്റെ കണ്ണീർ ലയിച്ചു ചേരുന്ന സ്നേഹത്തിൻ്റെ മഞ്ഞുതുള്ളി. അതെ, മഞ്ഞുകാലം ഒരനുഭവമാണ്. വേനലിനും വസന്തത്തിനും ഇടയിലുള്ള കാലം.
എൻ്റെ പൊള്ളുന്ന ജീവിതയാത്രയിൽ ഓരോ ദിവ്യബലിയും എനിക്കൊരു മഞ്ഞുകാലമാണ് സമ്മാനിക്കുന്നത്. പുരോഹിതൻ ആ അപ്പം കരങ്ങളിലെടുത്തുയർത്തുമ്പോൾ ബലിവേദി എനിക്കൊരു മഞ്ഞിൻ്റെ താഴ്വാരമാകുകയാണ്. ചുറ്റുമുള്ളവർ മാലാഖമാരാവുകയാണ്. ഈശോയും മാതാവും യൗസേപിതാവും ആട്ടിടയന്മാരും കുഞ്ഞുങ്ങളും. ഹായ്, എത്ര സുന്ദരമായ ബത്ലഹേം അനുഭവം! ഒടുവിൽ ആ തിരുവോസ്തി എൻ്റെ നാവിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ഹൃദയവും ശരീരവും മുഴുവൻ ദൈവസ്നേഹത്തിൻ്റെ കുളിർമഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ. അല്ല, അതുതന്നെ. ഓരോ ദിവ്യബലിയും എനിക്കൊരു മഞ്ഞുകാലമാണ്. ഡിസംബറിലെ എൻ്റെ ഡയറി താളുകൾ കഴിയാറായി. ഇനി പുതിയ ഡയറിയാണ്. ജാലകത്തിനപ്പുറം ഇപ്പോഴും മഞ്ഞു പെയ്യുന്നുണ്ട്. താഴ്വാരമാകെ മഞ്ഞ് നിറയുന്നുണ്ട്. ദൈവസ്നേഹം പെയ്തിറങ്ങുന്നതോർക്കുമ്പോൾ ഉത്തമഗീതം മനസ്സിൽ വീണ്ടും ഒരു തലോടലാകുന്നു. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. മണവാളൻ, എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരുക. എൻ്റെ തല തുഷാരബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അതെ, എൻ്റെ ഹൃദയം ഞാൻ ഈശോയ്ക്ക് നൽകും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ തുഷാരബിന്ദുക്കൾ എന്നെയും പുണരട്ടെ. ഞാൻ എഴുതി നിർത്തുന്നു. ഓരോ ദിവ്യകാരുണ്യവും എനിക്കൊരു മഞ്ഞിൻ്റെ അനുഭവമാണ്. ഓരോ ദിവ്യബലിയും എനിക്കൊരു മഞ്ഞുകാലമാണ്. ലെസൺ.